ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മൾ +2 ഇലക്ട്രോ കെമിസ്ട്രിയുടെ 9ാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. പ്രധാനമായിട്ട് 2 ലോ ആണ് ഫാരഡേ പ്രപ്പോസ് ചെയ്തത്. അതിൽ ഒന്ന് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഉണ്ട് ഫാരഡേയുടെ, രണ്ടാമത്തെ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 2 ഫാരഡേയുടെ നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോളിറ്റിക് സെല്ല് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഗാൽവാനിക് സെൽ എന്താണ് സംഭവിക്കുന്നത്. ഗാൽവാനിക് സെല്ല് എന്ത് സംഭവിക്കുന്നു, ഒരു കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നാൽ ഒരു ഇലക്ട്രോളിറ്റിക് സെൽ എന്താ സംഭവിച്ചത്, അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്, അവിടെ കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളത് പറഞ്ഞ് ഓർത്തിരിക്കാനായിട്ട് ഫസ്റ്റ് ലെറ്റർ ഇ ആണ്, സെക്കൻഡ് ലെറ്റർ സി ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ല് നമ്മൾ പഠിച്ചായിരുന്നു, നമ്മുടെ 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒന്നുകൂടി ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്ന ആരായിരുന്നു, മോൾട്ടൺ NaCl ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തത്. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ ധാരാളം എന്തുണ്ട്, Na+ അയോൺസും ഉണ്ട്, Cl- അയോൺസും ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഇലക്ട്രോഡായിട്ട് എടുത്ത ആരാണ്, ഇലക്ട്രോഡായിട്ട് എടുത്തത് നമ്മൾ പ്ലാറ്റിനം ഇലക്ട്രോഡാണ് നമ്മൾ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എന്ത് ചെയ്തത്, ഇലക്ട്രോഡായിട്ട് എടുത്തത്. ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് എന്തായിരുന്നു, അവർ ഇനേർട്ട് ഇലക്ട്രോഡാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. എന്താണ് ഇനേർട്ട് ഇലക്ട്രോഡ്, അവരെന്ത് ചെയ്യത്തില്ല, അവർക്കൊരു ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നും സംഭവിക്കത്തില്ല. പകരം അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അവർ ആ ഒരു ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്യുന്നത്, നമ്മുടെ പ്ലാറ്റിനം ഇലക്ട്രോഡ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഡാനിയൽസന്റെ കേസിൽ നമ്മൾ എടുത്തായിരുന്നു, എന്താണ് എടുത്തത്, സിങ്ക് കോപ്പർ അല്ലേ. സിങ്കിന് എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ സംഭവിച്ചു. കോപ്പറിന് എന്ത് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. പക്ഷെ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് എന്ത് സംഭവിക്കത്തില്ല, അവർക്കൊരു ഓക്സിഡേഷനും റിഡക്ഷനും ഒന്നും സംഭവിക്കത്തില്ല. ആ ഒരു ഇലക്ട്രോണിന്റെ മൂവ്മെന്റിന് എന്ത് ചെയ്യുന്നു, ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്, ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ച ഒരു ഇലക്ട്രോളിറ്റിക് സെല്ല് നമുക്ക് എന്തിന്റെ സഹായം വേണം, ഒരു ബാറ്ററി, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം വേണം അല്ലേ. അപ്പൊ നമ്മൾ ഈ 2 ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താണ്, ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്തിനുള്ള കഴിവുണ്ട്, ഇലക്ട്രോണിനെ പുഷ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇവിടുന്ന് ഇലക്ട്രോണിനെ എങ്ങോട്ട് കൊടുക്കും, ഈ ഒരു ഇലക്ട്രോഡിലേക്ക് കൊടുക്കും. എന്നാൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, അതായത് ഒരു വലിയ വര അല്ലേ, അതെന്ത് ചെയ്യും, ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവുണ്ട്, ഇലക്ട്രോണിനെ പുള്ള് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടുന്ന് ഇലക്ട്രോണിനെ പുഷ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു സൈഡ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പം പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇലക്ട്രോൺസ് ഇവിടെ എത്തുന്നുണ്ട് അല്ലെ, ഒരു ഇലക്ട്രോണിന് ചുറ്റും എത്തുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിട്ട് മാറും, ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവായിട്ട് മാറും അല്ലെ. ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. എന്നാൽ ഈ ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിട്ട് മാറും, ഇതിലുള്ള ഇലക്ട്രോൺസിനെ മൊത്തം ഇത് പിടിച്ച് വലിക്കുക. അപ്പോൾ ഇവിടുത്തെ ആ ഒരു നെഗറ്റീവ് സംഭവം ഇത് കുറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിട്ട് മാറും, പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഇലക്ട്രോഡ് നമുക്ക് നെഗറ്റീവ് ഇലക്ട്രോഡ് കിട്ടി, ഈ ഒരു ഇലക്ട്രോഡ് എന്ത് കിട്ടി, പോസിറ്റീവായിട്ട് കിട്ടി അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, സൊല്യൂഷൻ ആരുണ്ട്, Na+ ഉണ്ട്, Cl- ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ ഇലക്ട്രോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇയാൾ ആരെ അട്രാക്ട് ചെയ്യും, നമ്മുടെ Na+നെ ആരെ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ Na+ ഉണ്ട്, Na+ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും അല്ലെ. ഇവിടുന്ന് വരുന്ന ഒരു ഇലക്ട്രോണിനെ, ഇവിടുന്ന് ഒരു ബാറ്ററി പുഷ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചത് എന്തായിട്ട് മാറും, Na ആയിട്ട് മാറും. അപ്പൊ Na എന്താണ്, സോഡിയം ആറ്റം ആണ് അല്ലെ. ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, 0 ആണ്. അങ്ങനെ ഒരു Na+, ഒരു സൊല്യൂഷൻ ഉള്ള Na+, ഈ ഒരു ബാറ്ററി പുഷ് ചെയ്ത ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറി, Na0 ആയിട്ട് മാറി. എന്നിട്ട് ഇതൊരു ആറ്റം അല്ലേ, അപ്പൊ അവരെന്ത് ചെയ്യും, സൊല്യൂഷൻ ഇരിക്കത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ ഇലക്ട്രോണിന് ചുറ്റും എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഇത് കൺവേഴ്സ് ആയിട്ട് നടക്കുമ്പോൾ ഇവിടെ കുറെ Na ആറ്റംസ് വന്ന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. ഇലക്ട്രോഡിന് ചുറ്റും കുറെ Na ആറ്റംസ് വന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം നടക്കുന്ന എവിടെയാണ്, ഈ ഒരു നെഗറ്റീവ് ഇലക്ട്രോഡിലാണ് അല്ലെ. നെഗറ്റീവ് ഇലക്ട്രോഡിലെ റിയാക്ഷൻ ആണ് Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് Na ആറ്റമായിട്ട് മാറുന്നത്. ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ നോക്കി, Na++1 നിന്ന് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അതായത് അവർ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു എന്ന് നമുക്ക് പറയാം, കുറഞ്ഞു അല്ലേ. അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, റിഡക്ഷൻ എന്നാണ്. റിഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്, കാഥോഡിലാണ് അല്ലേ. റിഡക്ഷൻ നടക്കുന്നത് കാഥോഡിലാണ്. നമ്മൾ റെഡ് ക്യാറ്റ് എന്ന് ഓർത്ത് വെക്കാനായിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്, കാഥോഡിലാണ്. റിഡക്ഷൻ കാഥോഡിലാണ് നടക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിയേ,
ഇവിടെ ഈ സൊല്യൂഷന് പിന്നുള്ള ആരാണ് Cl മൈനസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ പോസിറ്റീവ് ഇലക്ട്രോൺ എന്ത് സംഭവിക്കും? സൊല്യൂഷൻ നമുക്ക് Cl മൈനസ് ഉണ്ടല്ലേ, Cl മൈനസ് സൊല്യൂഷനിലുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അവരിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ആര് വലിക്കും? നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ വലിക്കില്ലേ, കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിന് ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സൊല്യൂഷനിൽ ഒരു ക്ലോറിനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വലിച്ചെടുത്തു, അപ്പോൾ ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു. എന്നിട്ട് എന്തായിട്ട് മാറും? അത് Cl ആയിട്ട് മാറും. പക്ഷെ നിങ്ങൾക്കറിയാം Cl ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറ്റോമിക് മോളിക്യൂളാണ്. അവർ Cl2 ആയിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം? ഇവിടെ Cl2 കൊടുക്കണം. പക്ഷെ ഇവിടെ ഒരു Cl അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ Cl2 കൊടുത്തില്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാഫ് Cl2 എന്നെടുക്കണം. പക്ഷെ നമ്മൾ പൊതുവെ എന്ത് ചെയ്തില്ല, -1 ഇലക്ട്രോൺ എഴുതാറില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ആരോ മാർക്കിൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് +1 ഇലക്ട്രോണിനെ എഴുതാറുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കി, Cl മൈനസ് ക്ലോറിൻ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ മോളിക്യൂളിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ -1 നിന്ന് 0ലേക്ക് എന്ത് ചെയ്തു? കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സ് എന്താണ്? ഓക്സിഡേഷൻ ആണ് അല്ലേ, ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന എവിടെയാണ്? ആനോഡിലാണ്. നമ്മൾ ഓർത്തിരിക്കാനായിട്ട് എന്ത് പഠിച്ചു? ഓക്സ് എന്ന് ഓർത്ത് വെക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇവിടെ എന്ത് ചെയ്തു? ഈ സൊല്യൂഷനുള്ള ഒരു ക്ലോറിൻ മൈനസ് ഫസ്റ്റ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ഇവിടെ ഒരു ക്ലോറിനായിട്ട് മാറി. പിന്നെ ഒരു ക്ലോറിൻ മൈനസ് എന്ത് ചെയ്തു? വിട്ടുകൊടുത്ത് ഒരു ക്ലോറിനായിട്ട് മാറി. പിന്നെ അവർ കമ്പൈൻ ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള എന്തായിട്ട് മാറി? 2 Cl2 ആയിട്ട്, ഒരു Cl2 മോളിക്യൂളായിട്ട് മാറി അല്ലേ. അങ്ങനെ ഈ ഒരു Cl2 ഒരു ഗ്യാസ് അല്ലേ, ക്ലോറിൻ ഒരു ഗ്യാസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ഒരു സൊല്യൂഷൻ പുറത്തേക്ക് പോകും. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സോഡിയം മെറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു സെല്ലിൽ ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഒന്നുകിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാസ് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലേ. ആ സൊല്യൂഷനുള്ള ഒരു അയോണ് അതിനെ ആറ്റമായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യാം? ഒരു മാസ് ഡെപ്പോസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഗ്യാസ് അപ്പം എന്ത് ചെയ്യാം? ലിബറേറ്റ് ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ ഫാരഡയുടെ ഫസ്റ്റ് ലോ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നമ്മൾ ഇതിലൂടെ ഒരു ചാർജ്, ഒരു ക്യൂ ചാർജ് നമ്മൾ കടത്തി വിടുന്നത്, ഈ ഒരു ബാറ്ററി കൂടെ ഒരു ക്യൂ ചാർജ് നമ്മൾ കടത്തി വിടുന്നത്, ആ സമയത്ത് ആ കടത്തിവിട്ട ചാർജിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തിനെ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും? ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ മാസ് അല്ലെങ്കിൽ ആ ലിബറേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാസിന്റെ എമൗണ്ടിന് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് ഞാൻ ഇതിലേക്കൂടെ കൂടുതൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ കറണ്ട് ഇതിലേക്ക് കടത്തി വിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ, കൂടുതൽ നെഗറ്റീവ് ചാർജ് ആവും ഈ ഒരു ഇലക്ട്രോൺ. അപ്പോൾ കൂടുതൽ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും? കുറേ Na+ എന്ത് ചെയ്യും? ഒരേ സമയത്ത് എന്ത് ചെയ്യും? പോയിട്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? Na0 ആറ്റങ്ങളായിട്ട് മാറിയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതേപോലെ തന്നെ കുറേ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെയുള്ള Cl- വേഗം എന്തായിട്ട് മാറും? ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും. അതായത് നമ്മളൊരു ചാർജ് ഇവിടെ കൊടുക്കുന്ന ആ ചാർജിൻ്റെ എമൗണ്ട് കൂട്ടും തോറും അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും? കൂടും. അപ്പം കൂടുതൽ മാസ് ഡെപ്പോസിറ്റ് ചെയ്യും, കൂടുതൽ ഗ്യാസ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഫാരഡയുടെ ഫസ്റ്റ് ലോ എന്തോ പറയുന്നത് വെച്ചാൽ, നമുക്കൊരു W എമൗണ്ട് ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാസിൻ്റെ എമൗണ്ട് എങ്കിൽ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ്. ഇതിൽ കൂടെ ഒരു ബാറ്ററി കൂടെ നമ്മൾ കടത്തിവിടുന്ന ഒരു ചാർജിൻ്റെ അളവാണ് എന്ന് പറയുന്നത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇംഗ്ലീഷിലാക്കിയിട്ട് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദ എവിടെയാണ്? ഇലക്ട്രോഡ്സ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് അല്ലേ. ആ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ് ത്രൂ ദ ഇതിലെ കൂടെ ഇലക്ട്രോലൈറ്റ് അല്ലേ. ആ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്ത ആ ഒരു ചാർജിന്റെ എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ട്സിന്റെ മാസിന് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് എഴുതാം? നമുക്ക് Q എന്ന് എഴുതാം. പക്ഷേ ഈ ഒരു Q, ഒരു ക്വാണ്ടിറ്റി ഓഫ് ചാർജ് Q എന്ന് പറയുന്നത് എന്താണ്? IT ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കറണ്ട് ഇൻറ്റു ടൈം ആണ്. Q എന്ന് പറയുന്നത് IT ആണ്, കറണ്ട് ഇൻറ്റു ടൈം ആണ്. അങ്ങനെ നമുക്ക് W എന്തായിട്ട് എഴുതാം? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IT എന്ന് എഴുതി കൂടെ എഴുതാം. ഇനി ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ടു ആക്കിയിട്ട് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. ആ കോൺസ്റ്റന്റ് നമുക്ക് ZIT എന്ന് വിളിക്കാം, ZIT. ഈ ഒരു ഇസഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇസഡ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് മാസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ട് അറ്റോമിക് മാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ അതിന്റെ N, ആ ഒരു എത്രമാത്രം ഇലക്ട്രോൺസ് ആ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇവിടുത്തെ കേസിൽ എത്രയാണ്? ഒരു ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ N ഇൻറ്റു F ആണ് എന്തെന്ന് പറയുന്നത്? ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ NF. F എന്താണ്? F ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്.
അപ്പം ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എൻ എഫ് ആണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്ന് വിളിക്കുന്നത്. ഇനി അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എൻ എന്താണ്? അതാണ് അതിന്റെ ഇക്വലന്റ് മാസ്. എന്താണ് ഇക്വിവാലന്റ് മാസ്? ഇക്വലന്റ് മാസ് ഡിവൈഡ് ബൈ എഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇസഡ് എന്ന് എഴുതാം. അങ്ങനെ നിങ്ങൾ നോക്കി, ഞാൻ അറ്റോമിക് മാസിനെ എം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇസഡ് എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ പറ്റും? എം ബൈ എൻ എഫ് എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ എം ബൈ എൻ എന്താണ്? അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എൻ എന്താണ്? അതിന്റെ ഇക്വലന്റ് മാസ് ആണ്. അങ്ങനെ അതിനെ എന്തെന്ന് വിളിക്കാം? എനിക്ക് ഇ എന്ന് വിളിക്കാം. അപ്പോൾ അതിന് ഇ ബൈ എഫ് എന്ന് എഴുതി കൂടെ എനിക്ക് എഴുതാം. അതായത് എം ബൈ എൻ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എന്നിനെ നമ്മൾ എന്ത് നിർത്തും? ഇക്വലന്റ് മാസ് നിർത്തും. അതിന് നമ്മൾ ഇ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചപ്പോൾ എന്ത് കിട്ടും? ഇ ബൈ എഫ് എന്ന് കിട്ടും. ഇത് നിങ്ങൾ ഈ ഇക്വേഷൻ കൊടുത്ത് നോക്കി. ഇസഡിന് പകരം ഡബ്ല്യു ഇസിക്കൽ ടു, ഇസഡിന് പകരം നോക്കിയേ എം ബൈ എൻ എഫ്. എം ബൈ എൻ എഫ് ആണെന്ത്? ഇസഡ് ഇൻറ്റു എന്ത് കിട്ടും? നമുക്ക് ഐ ടി എന്ന് കിട്ടും. അതായത് ഒരു ഐ കറണ്ട് ഒരു ടി സെക്കൻഡിൽ നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ മാസ് മാസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? അതിന്റെ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എൻ ഇൻറ്റു എഫ് ഇൻറ്റു ഐ ടി ആണ്. അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എൻ എഫ് ഇൻറ്റു ഐ ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ആ ഒരു കറണ്ട് കടത്തി വിടുമ്പോൾ നമുക്ക് എത്രമാത്രം കോമ്പൗണ്ട് ആ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫാരഡയുടെ ഫസ്റ്റ് ലോ പറഞ്ഞത്. എന്താണ്? ദ എമൗണ്ട് ഓഫ് ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താണ്? അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ മാസ് അല്ലെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്തൊരു ഗ്യാസിന്റെ എമൗണ്ടിൽ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ഫാരഡയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഡബ്ല്യു ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ടി ആണ്. ഐ എന്താണ്? കറണ്ട് ആണ്. ടി എന്താണ്? ടൈം ആണ്. സെക്കൻഡിലാണ് കേട്ടോ. കറണ്ട് എപ്പോഴും ആംബിയറിലും ടൈം എപ്പോഴും സെക്കൻഡിലുമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഡബ്ല്യു ഇസിക്കൽ എന്ത് ചെയ്തു? ആ ഒരു പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇസഡ് ഇൻറ്റു ഐ ടി എന്ന് എഴുതി. ഇസഡിനെ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്ന് വിളിച്ചു അല്ലേ? എന്നിട്ട് ഈ ഒരു ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എൻ എഫ് ആണ്. ആ എഫ് എന്താണ്? ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. എൻ എന്താണ്? ആ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അങ്ങനെ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ എന്നെ നമുക്ക് എന്ന് വിളിക്കാം? ഇക്വലന്റ് മാസ് എന്ന് വിളിക്കാം. അങ്ങനെ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വലന്റ് മാസ് ഡിവൈഡ് ബൈ എഫ് ആണ്. അപ്പോൾ നമുക്ക് ഇസഡ് ഇസിക്കൽ ടു എം ഡിവൈഡ് ബൈ എൻ എഫ് ഇൻ ടേംസ് ഓഫ് അറ്റോമിക് മാസ് എഴുതാം, അല്ലെങ്കിൽ ഇ ഡിവൈഡ് ബൈ എഫ് ഇൻ ടേംസ് ഓഫ് ഇക്വലന്റ് മാസ് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറ്റും? ഡബ്ല്യു ഇസിക്കൽ ടു ഇസഡിന് വരെ നമ്മൾ എം ബൈ എൻ എഫ് എന്ന് കൊടുത്തു ഇൻറ്റു ഐ ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ആ ഒരു ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു കോമ്പൗണ്ടിന്റെ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോഴും അതിലൂടെ ഐ എമൗണ്ട് കറണ്ടും ടി സെക്കൻഡും ആ ഒരു ഐ എമൗണ്ട് ടി ടൈമിൽ എന്ത് ചെയ്യുക? കടത്തി വിടുവാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ആ ഒരു കോമ്പൗണ്ടിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ സംബന്ധിച്ചുള്ള പ്രോബ്ലമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നല്ലൊരു ഐഡിയ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമ്മൾ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലോട് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യില്ല, ആ ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് വെച്ച് തന്നെയുള്ള ഇലക്ട്രോളിറ്റിക് സെല്ല് പരീക്ഷയ്ക്ക് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഒരു ഇലക്ട്രോലൈറ്റ് സെല്ലും ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊരു വേറൊരു ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ്. നമ്മൾ രണ്ട് ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് കോപ്പറിന്റെ തന്നെ ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ കേസിൽ നമ്മൾ യൂസ് ചെയ്ത ഇലക്ട്രോലൈറ്റ് ഏതായിരുന്നു? മോൾട്ടൺ NaCl ആയിരുന്നു. പക്ഷെ അവിടുത്തെ ഇലക്ട്രോഡ് എന്തായിരുന്നു? പ്ലാറ്റിനം ആയിരുന്നു അല്ലെ? പ്ലാറ്റിനം ഞാൻ പറഞ്ഞ ഇനേർട്ട് ഇലക്ട്രോഡാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇനേർട്ട് അല്ലാത്ത ഒരു ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന്റെ തന്നെ സൊല്യൂഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിപ്പ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ കോപ്പർ യൂസ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്തു? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്തു. നിങ്ങൾ സിൽവർ ഇലക്ട്രോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? AgNO3 ഇലക്ട്രോലൈറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു സിൽവറുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ കോപ്പർ ഇലക്ട്രോഡ് എടുത്തു, അവിടെ കോപ്പർ സൾഫേറ്റിന്റെ ഒരു സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ കളറാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ബ്ലൂ കളറാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്തിന്റെ സഹായം വേണം? ഒരു ബാറ്ററിയുടെ സഹായം വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ പുഷ് ചെയ്തു അല്ലെ? ആ ഇലക്ട്രോൺ ഇവിടെ എത്തി. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ വലിച്ചു അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെന്താവും? നെഗറ്റീവ് ചാർജ് ആവും. ഇതെന്താവും? പോസിറ്റീവ് ചാർജ് ആവും. ഇനി നോക്കിയാൽ നമ്മുടെ സൊല്യൂഷനുള്ള പോസിറ്റീവ് അയോൺസ് ഏതാണ്? Cu2+ ആണ് എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് സ്പീഷീസ്. SO4 2- ആണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് സ്പീഷീസ് അല്ലെ? അപ്പൊ സൊല്യൂഷനിൽ Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്കൂടെ ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ പുഷ് ചെയ്ത ഇലക്ട്രോണെ ആര് സ്വീകരിക്കും?
Cu2+ സ്വീകരിക്കും അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് ഇലക്ട്രോണിലെ റിയാക്ഷൻ പറഞ്ഞേ എങ്ങനെ വരും? Cu2+ 2 ഇലക്ട്രോണെ സ്വീകരിക്കും. എന്താണ് 2 ഇലക്ട്രോൺ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 ഇലക്ട്രോൺ ആയിരുന്നു അല്ലേ. Na+ കേസിൽ 1 ഇലക്ട്രോൺ ആയിരുന്നു. എന്താ? കാരണം അവിടെ 2+ ആണല്ലേ, 2 പോസിറ്റീവ് ചാർജ്. Na+ ആയിരുന്നു, അതുകൊണ്ട് എന്താണ് 1 ഇലക്ട്രോൺ ആണ്. ഇവിടെ Cu2+ ആയിട്ട് അവർ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണെ സ്വീകരിച്ച് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. Cu ആറ്റം. ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അവർ ന്യൂട്രൽ മോളിക്യൂൾ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ +2 നിന്ന് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? 0 ആയിട്ട് കൺവേർട്ട് ചെയ്തു, കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ന് വിളിച്ചു? റിഡക്ഷൻ എന്ന് വിളിച്ചു അല്ലേ. റിഡക്ഷൻ നടക്കുന്ന എവിടെയാണ്? കാഥോഡ്. ഓക്കെ. ഇനി നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോണിൽ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം Cl- സൊല്യൂഷനുള്ള Cl- നിന്ന് 1 ഇലക്ട്രോണിനെ വലിച്ചു അല്ലേ. അതിന് കാരണം എന്തായിരുന്നു? നമ്മൾ എടുത്ത പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ എന്തായിരുന്നു? ഇനേർട്ട് ആയിരുന്നു. അവർക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു അല്ലേ. പക്ഷേ ഈ കേസിൽ നമ്മൾ പ്ലാറ്റിനം അല്ല എടുത്തത്, നമ്മൾ കോപ്പർ ആണ് എടുത്തത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ഈ കോപ്പർ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ കോപ്പറിൽ നിന്ന് ആര് വലിക്കും? നമ്മുടെ പോസിറ്റീവ് ടെർമിനൽ വലിക്കും. അപ്പോൾ കോപ്പറിൽ നിന്ന് 2 ഇലക്ട്രോണിനെ വലിക്കുമ്പോൾ എന്ത് ചെയ്യും? കോപ്പറിന് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഈ ഒരു കോപ്പർ ഇലക്ട്രോണിൽ നിന്ന് ബാറ്ററി 2 ഇലക്ട്രോണിനെ വലിച്ചു. അത് കോപ്പറിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. എന്തായിട്ട് മാറും? Cu2+ ആയിട്ട് മാറും. പക്ഷെ ഞാൻ നിങ്ങളുടെ പറഞ്ഞു, നമ്മളൊരു -2 ഇലക്ട്രോൺ എഴുതുന്നതിൽ എന്ത് ചെയ്യും? ആരോ മാർക്കിന് അപ്പുറത്ത് കൊണ്ടിട്ട് എന്തായിട്ട് എഴുതാറുള്ളൂ? അതൊരു +2 ഇലക്ട്രോൺ ആയിട്ട് നമ്മൾ എഴുതാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 ഇലക്ട്രോൺ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു +2 ഇലക്ട്രോൺ ആയിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? കോപ്പർ 0 നിന്ന് എന്തായിട്ട് മാറി? കോപ്പർ 2+ ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ 2 കൂടിയല്ലേ. ആ പ്രോസസ്സ് എന്താണ്? ഓക്സിഡേഷൻ ആണ്. എവിടെയാണ് നടക്കുന്നത്? ആനോഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, കഴിഞ്ഞ വട്ടം നമ്മൾ എന്ത് ചെയ്തു? ആ Cl- നിന്നാണ് എടുത്തത്. അതിന്റെ കാരണം നമ്മൾ എടുത്തത് പ്ലാറ്റിനം ഇലക്ട്രോണാണ്. എന്നാൽ കോപ്പർ ഇലക്ട്രോണിന് റിഡക്ഷൻ നടക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എന്താണ്? Cu എന്തായിട്ട് മാറി? Cu2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. അവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു പ്രോസസ്സ് നമ്മൾ ഓക്സിഡേഷൻ വിളിച്ചു, ആനോഡ് എന്ന് വിളിച്ചു. ഇനി നിങ്ങൾ നോക്കി, നമ്മൾ പഠിച്ച 2 കേസിലും നമ്മുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കാഥോഡ് എന്തായിരുന്നു? കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവും ആയിരുന്നു അല്ലേ. അതായത് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇപ്പോഴും എന്താണ്? കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവുമാണ്. എന്നാൽ ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ഗാൽവാനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും തമ്മിലൊരു ഡിഫറൻസ് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവുമാണ്. എന്നാൽ ഒരു ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ നെഗറ്റീവിൽ റിഡക്ഷൻ സംഭവിച്ചു, അത് കാഥോഡ്. പോസിറ്റീവ് എന്ത് ചെയ്തു? ഓക്സിഡേഷൻ സംഭവിച്ചു, ആനോഡ്. ഇനി എന്തോ സംഭവിക്കുന്നത് നോക്കി, നെഗറ്റീവ് ഇലക്ട്രോണിൽ Cu2+ അയോൺസ് എന്തായിട്ട് മാറി? Cu0 ആയിട്ട് മാറി അല്ലെ. കോപ്പർ ആറ്റമായിട്ട് മാറി. അങ്ങനെ ഒരു കോപ്പർ ആറ്റം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ കോപ്പർ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു ഇലക്ട്രോണിന് ചുറ്റും എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. ഇങ്ങനെ കുറേ കോപ്പർ ആറ്റം വന്ന് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഇതിലുള്ള ഒരു മെറ്റലുള്ള കോപ്പർ എന്തായിട്ട് മാറി? 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി എന്തായിട്ട് മാറി? Cu2+ ആയിട്ട് മാറി. Cu2+ന് ആ ഒരു ഇലക്ട്രോണിൽ ഇരിക്കാൻ പറ്റില്ല, 2+ ആണ്, അയോൺസ് ആണ് അല്ലേ. അവരെന്ത് ചെയ്യും? ഈ ഒരു സൊല്യൂഷനിലേക്ക് വീഴും. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സൊല്യൂഷനുള്ള Cu2+ കോപ്പർ ആറ്റമായിട്ട് മാറിയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഇവിടെയുള്ള കോപ്പർ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? Cu2+ ആയിട്ട് സൊല്യൂഷനിൽ വീഴും. അതായത് ഇവിടുന്ന് Cu2+ നഷ്ടമായി, പകരം ആര് കൊടുത്തു? Cu2+ന് ഈ ഇലക്ട്രോണിൽ നിന്ന് Cu2+ താഴേക്ക് വീണു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സൊല്യൂഷന്റെ കളർ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ബ്ലൂ കളറേഷൻ തന്നെ ആയിരിക്കും. ബ്ലൂ കളറേഷൻ തന്നെ ആയിരിക്കും അല്ലേ. എന്നാൽ നിങ്ങൾ നോക്കി, കുറേ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഈ Cu2+ എല്ലാം എന്തായിട്ട് മാറും? കോപ്പർ ആറ്റമായിട്ട് മാറിയിട്ട് ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോഡ് വലുതായിട്ട് വരും അല്ലെ. ഇങ്ങനെ സൈസ് കൂടി വലുതാവും. പക്ഷെ നിങ്ങൾ നോക്കി, ഇവിടെ നിന്നുള്ള ഈ കോപ്പർ എല്ലാം നഷ്ടപ്പെട്ട Cu2+ ആയിട്ട് സൊല്യൂഷൻ വരത്തില്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡിന്റെ കനം കുറഞ്ഞ് എന്ത് ചെയ്യും? വളരെ തിന്നായിട്ടുള്ള ഇലക്ട്രോഡായിട്ട് വരും അല്ലേ. വളരെ തിന്നായിട്ട് വരും. എന്നിട്ട് ഈ ഒരു സെല്ല് എപ്പം വരെ വർക്കാവും? ഈ ഒരു കംപ്ലീറ്റ് ഇലക്ട്രോഡ് കൺസ്യൂം ആയിട്ട് തീരുന്നവരെ. അതായത് ഇതിനെന്ത് ചെയ്യും? ഇവിടുത്തുള്ള Cu2+ എല്ലാം പോയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷെ ഇയാൾക്ക് ആരെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല? ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്താക്കാൻ പറ്റത്തില്ല? Cu2+ ആയിട്ട് മാറാൻ പറ്റത്തില്ല. Cu2+ ആയിട്ട് മാറാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ Cu2+ ആയിട്ട് മാറാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? ഇതിൽ Cu2+ന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ സൊല്യൂഷന്റെ ബ്ലൂ കളറേഷൻ എന്ത് ചെയ്യും? ഡിം ആവും. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ തീർന്നോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യും? ആ സൊല്യൂഷന്റെ കളർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്? ഇതിൽ നിന്ന് പിന്നെ ഒന്നും Cu2+ ആയിട്ട് ഈ സൊല്യൂഷനിലോട്ട് വീഴാനായിട്ടില്ല. ഇതിലുള്ള എല്ലാവരും എന്തായിട്ട് മാറി? കോപ്പർ ആറ്റമായിട്ട് മാറിയിട്ട് ഇവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ കേസിൽ ഇവിടെ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു. പക്ഷേ ഈ കേസിൽ എന്ത് ചെയ്തു? ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്ത് തീർന്നു അല്ലേ. ഇവിടെ എന്ത് ചെയ്തു? കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എത്രമാത്രം കറണ്ട് കൊടുത്താൽ, നമ്മൾ എത്രമാത്രം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ
എത്രമാത്രം കോപ്പർ മാസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, എത്രമാത്രം എമൗണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫാരഡേയുടെ ഫസ്റ്റ് ലോ ആയ W ഇസിക്കൽ എന്താണ് M/NF × IT ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു I ആംപിയർ കറണ്ട് ഒരു T സെക്കൻഡിൽ കടത്തി വിട്ടാൽ എത്രമാത്രം ആ ഒരു കോപ്പർ അവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസിയാണ്. M എന്ന് പറയുന്ന അറ്റോമിക് മാസ് ആണ്, N എന്ന് പറയുന്ന ആ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇലക്ട്രോൺ. ഈ കേസിൽ എത്രയാണ്, N = 2 ആണ്. F എന്താണ്, ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മുടെ കോപ്പർ ഇലക്ട്രോഡ് ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് അവിടെ എത്രമാത്രം കോപ്പർ ആ ഒരു ഇലക്ട്രോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അറ്റോമിക് മാസ്, കോപ്പറിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 63.5 ആണ് കേട്ടോ. 63.5 ഗ്രാം ആണ്. അപ്പോൾ 63.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു F. F എത്രയാണ്, 96487 ആണ് അല്ലേ. 2 ഇൻറ്റു F ഇൻറ്റു I, എത്രമാത്രം കറണ്ട് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഇൻറ്റു എത്രമാത്രം ടൈമാണ് അവർ. അപ്പോൾ മിനിറ്റിലായിരിക്കും തന്നിരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എത്രമാത്രം മാസ് ആ ഒരു ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാരഡയുടെ ഫസ്റ്റ് ലോയുടെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാരഡയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫാരഡയുടെ സെക്കൻഡ് ലോ മനസ്സിലാക്കുന്നതിന് നിങ്ങൾ ആദ്യത്തെ ലോ പഠിച്ചപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു കോപ്പർ ഇലക്ട്രോഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു ഇലക്ട്രോഡിന് ചുറ്റും കോപ്പർ ആറ്റം ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങളൊരു കോപ്പർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു ഇലക്ട്രോഡ് എടുക്കണം. ഒരു സിൽവർ നൈട്രേറ്റിന്റെ സൊല്യൂഷനിലേക്ക് ഒരു സിൽവർ ഇലക്ട്രോഡ് മുക്കി വെക്കാന്ന് വെച്ചാൽ ഒരു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു സിൽവർ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിൽവറിന് സംഭവിക്കുന്നത് Ag പ്ലസ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ പ്ലസ് ചാർജ് ആണ്, ഒരു പ്ലസ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറും, സിൽവർ ആറ്റമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു Ag പ്ലസ് എന്തായിട്ട് മാറി, ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് സിൽവർ ആയിട്ട് മാറി എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്രയാണ്, 1.6 × 10⁻⁻19 കൂളോം ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. അങ്ങനെ ഒരു മോൾ Ag പ്ലസിനെ ഒരു മോൾ Ag ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ചാർജ് വേണം, ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് എന്ത് ചെയ്യുക, അവോഗാഡ്രോ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും ഒരു മോൾ Ag പ്ലസിനെ ഒരു മോൾ Ag, അതായത് ഒരു മോൾ Ag എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് എത്രയാണ്, 108 ഗ്രാം ആ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 108 ഗ്രാം ആ ഒരു ഇലക്ട്രോഡിൽ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവോഗാഡ്രോ × 1.6 × 10⁻⁻19 കൂളോം ചാർജ് വേണം. അങ്ങനെ അവോഗാഡ്രോ നമ്പർ എത്രയാണ്, 6.022 × 10⁻23 ആണ്. ഇൻറ്റു 1.6 × 10⁻⁻19 കൂളോം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ 6.022 × 1.6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഏകദേശം ഒരു 9.4687 എന്ന് കിട്ടും കേട്ടോ. ഇൻറ്റു നിങ്ങൾ നോക്കിയേ 10⁻23 10⁻−11 മൾട്ടിപ്ലൈ എങ്ങനെ, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അല്ലേ. അപ്പോൾ 23 19 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 4. വലുതിന്റെ ചിഹ്നം എന്താണ്, 23 ആണ്, അത് പോസിറ്റീവ് ആണ്. അപ്പോൾ 10⁻4 എന്ന് കിട്ടും. ഇനി ഒരു ഡെസിമൽ ഡിജിറ്റ് മാറ്റാനായിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന +1 ചാപ്റ്റർ നമ്മൾ പഠിച്ചാണ് എന്ത്, ഒരു ഡെസിമൽ ഇങ്ങോട്ട് ചാടി 2 ചാടി 3 ചാടി 4 ചാടി 4 വലത്തോട്ട് ചാടി എന്ത് ചെയ്യണം, ഈ ഒരു 10 to the power നിന്ന് 4 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 6 8 7 എന്ന് കിട്ടി, ഇൻറ്റു 10⁻0 എന്ന് കിട്ടും അല്ലേ. ഇത് 10⁻0 എന്താണ്, 1 ആണ്. അപ്പോൾ അതിലോട്ട് 94687 കൂളോം ആണ് എന്തെന്ന് പറയുന്നത്, ഒരു മോൾ Ag പ്ലസിനെ ഒരു മോൾ Ag ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് 108 ഗ്രാം ആ ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 94687 കൂളോം ചാർജ് വേണം. അതായത് ഇതെന്താണ്, ഇത് ഫാരഡേ അല്ലേ, നമ്മളൊക്കെ അറിയാവുന്ന ഫാരഡയുടെ വാല്യൂ ആണ്. അതായത് ഒരു ഇലക്ട്രോണിനെ അല്ല ഒരു മോൾ Ag പ്ലസിനെ Ag ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഫാരഡേ കറണ്ട് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കി Ag പ്ലസിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Ag പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Ag എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അതിന് അറ്റോമിക് മാസും ഇവിടെ നമുക്ക് അതിന് അറ്റോമിക് മാസും ഇക്വലന്റ് മാസും എഴുതാം കേട്ടോ. അറ്റോമിക് മാസ് ഇക്വലന്റ് മാസ്. അപ്പം 108 ഗ്രാമാണ് സിൽവറിന്റെ കേസിൽ അതിന്റെ അറ്റോമിക് മാസ്. അപ്പം നമുക്ക് എത്ര ഫാരഡേ വേണം നമ്മൾ പറഞ്ഞു, ഒരു ഫാരഡേ വേണം. എത്ര 108 ഗ്രാം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, നമുക്ക് ഒരു ഫാരഡേ കറണ്ട് വേണം അല്ലേ. അതായത് ഇക്വലന്റ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം, അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ ആ ഒരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ എണ്ണം. ഇവിടെ എത്രയാണ്, ഒരു ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 108 ഡിവൈഡ് ബൈ 1 എത്രയാണ്, 108 ഗ്രാം തന്നെയാണ് എന്ത്, സിൽവറിന്റെ കേസിൽ അതിന്റെ ഇക്വലന്റ് മാസും അറ്റോമിക് മാസും. നിങ്ങൾ കോപ്പർ 2++2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ നോക്കിയേ, ഒരു ഇലക്ട്രോണിന്റെ കേസിൽ നമുക്ക് ഒരു ഫാരഡേ വേണമായിരുന്നു. അങ്ങനെ 2 ഇലക്ട്രോണിന്റെ കേസിൽ എന്ത് വേണം,
2 ഫാരഡേ വേണം കോപ്പറിന്റെ അറ്റോമിക് മാസായ 63.5 ഗ്രാം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. 2 ഫാരഡേ വേണം. ഇത് നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റിനിൽ തരും കേട്ടോ, അവരുടെ അറ്റോമിക് മാസ് നമുക്ക് തരും. അപ്പോൾ 2 ഫാരഡേ വേണം കോപ്പറിന്റെ അറ്റോമിക് മാസായ 63.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ എത്രയാണ്, ഈ അറ്റോമിക് മാസ് 63.5 ഗ്രാം ആണ്. ഈക്വൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം, അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺ എത്രയാണ്, 2 ആണ്. എത്ര കിട്ടും, 31.75 ഗ്രാം എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് വേറെ റിയാക്ഷൻ നോക്കാം. അലൂമിനിയത്തിന്റെ കേസ് നോക്കി, Al3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് Al എന്ന് കിട്ടി. 3+ ആയിട്ട് നമ്മൾ 3 ഇലക്ട്രോൺ എഴുതി Al എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നോക്കിയേ, 1 ഇലക്ട്രോണിന് 1 ഫാരഡേ, 2 ഇലക്ട്രോണിന് 2 ഫാരഡേ, അപ്പോൾ 3 ഇലക്ട്രോൺ എന്ത് വേണം, 3 ഫാരഡേ വേണം. അലൂമിനിയത്തിന്റെ അറ്റോമിക് മാസായി 27 ഗ്രാം ആണ് കേട്ടോ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 3 ഫാരഡേ കറണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സൊല്യൂഷനിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ 27 ഗ്രാം എന്ത് ചെയ്യും, അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അലൂമിനിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്, 27 ഗ്രാം ആണ്. എന്നാൽ പക്ഷേ ഈക്വൽ മാസോ 27 ഡിവൈഡഡ് ബൈ എത്രയാണ്, 3 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ എത്ര കിട്ടും, 9 ഗ്രാം ആണ് എന്താ അതിന്റെ ഈക്വലന്റ് മാസ്. ഇനി നമുക്ക് ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 സൊല്യൂഷൻസ് എടുക്കുകയാണ്, 2 ഇലക്ട്രോഡ്സ് എടുക്കാം. നമുക്കിപ്പോൾ നോക്കാം, കോപ്പർ എടുക്കാം. ഒന്ന് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം, കോപ്പർ എടുക്കാം. രണ്ടാമത്തെ നമ്മൾ അലൂമിനിയം എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി 2 ഇലക്ട്രോളിറ്റിക് സെല്ല് നോക്കി, ഇവരുടെ 2 ഇലക്ട്രോളിറ്റിക് സെല്ല്. ഓക്കെ, 2 ഇലക്ട്രോളിറ്റിക് സെല്ല് നമ്മൾ എടുത്തു. നേരത്തെ നമ്മൾ ഫസ്റ്റ് ലോയിൽ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിനെ പറ്റിയാണ് പഠിച്ചത്. സെക്കൻഡ് ലോയിൽ അവർ 2 ഇലക്ട്രോളിറ്റിക് സെല്ലിനെ പറ്റി പറഞ്ഞു. നോക്കിയേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ കോപ്പർ ഇലക്ട്രോഡ് അല്ലേ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. എന്താണ് കോപ്പർ ഇലക്ട്രോഡ്. ഇനി വേറെണ്ണത്തിന് ഞാൻ അലൂമിനിയത്തിന്റെ ഇലക്ട്രോഡ് എടുത്തു കേട്ടോ, അലൂമിനിയത്തിന്റെ ഇലക്ട്രോഡ് എടുത്തു. ഓക്കെ, അലൂമിനിയം ഇതിലേക്ക് എന്ത് ചെയ്തു, അതിൻ്റെ തന്നെ ഒരു ഇതെടുത്തു, Al2SO4 ത്രൈസ് എടുക്കാന്ന് വെച്ചു. ഓക്കെ, അതാണ് ഇവരെ ബാറ്ററി തമ്മിൽ കണക്ട് ചെയ്തു. ഇനി ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നതാണ്, നമ്മൾ ഇതിൽ 2 ഇലക്ട്രോളിറ്റിക് സെല്ലിലും, ഈ ഒരു 2 ഇലക്ട്രോളിറ്റിക് സെല്ലിലും ഒരു Q എമൗണ്ട് ഓഫ് ചാർജ് ആണ് കടത്തി വിടുന്നതെങ്കിൽ, Q എമൗണ്ട് ഓഫ് ചാർജ്, ഒരേ എമൗണ്ട് ഓഫ് ചാർജ് ആണ് കടത്തി വിടുന്നതെങ്കിൽ അവർ പറഞ്ഞത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കടത്തി വിടുമ്പോൾ ഇവിടെ ഈ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. അപ്പം ഒരേ എമൗണ്ട് ചാർജ് 2 ഡിഫറെന്റ് ഇലക്ട്രോളിറ്റിക് സെല്ലിലൂടെ നമ്മൾ കടത്തി വിടുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഒരു കോപ്പറിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഒരു അലൂമിനിയത്തിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കോപ്പറിൻ്റെ നമ്മൾ M1Cu എന്നെടുത്തു. ഓക്കെ, അലൂമിനിയത്തിൻ്റെ നമ്മൾ എന്താണ് M2Al എന്നെടുത്തു. ഓക്കെ, അലൂമിനിയം എത്രമാത്രം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു, എത്രമാത്രം അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്തു, അതെന്ന് പറയുന്നത് അവരുടെ ഇക്വലന്റ് മാസ് ഓഫ് കോപ്പർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് അലൂമിനിയം ആണെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കില്ല. പക്ഷെ നമുക്ക് ഈ ഒരു നമ്മൾ പഠിച്ച ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാൽ, നോക്കി ഒരേ എമൗണ്ട് ചാർജ് അല്ലേ, ഒരേ എമൗണ്ട് ചാർജ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ഫാരഡേ രണ്ടിലൂടെ കടത്തി വിട്ട് നോക്കാം. ഒരു 2 ഫാരഡേ കറണ്ട് കൊടുത്തു, 2 സെല്ലിൽ ഒരു 2 ഫാരഡേ കറണ്ട് കൊടുത്തു. അങ്ങനെ 2 ഫാരഡേ കറണ്ട് കൊടുക്കുമ്പോൾ എത്രമാത്രം കോപ്പർ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, 63.5 ഗ്രാം ആണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മാസ് എത്രയാണ്, 63.5 ഗ്രാം ആണ് അല്ലേ. നമുക്കിനി W എന്ന് വിളിക്കുന്ന എത്തിലൂടെ നല്ല കേട്ടോ, കാരണം അറ്റോമിക് മാസുമായിട്ട് കൺഫ്യൂഷൻ വരും. നമ്മളിവിടെ W എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 63.5 ഗ്രാം ആണ് 2F കടത്തി വിട്ടപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലേ, ഈ ഒരു ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഇനി നോക്കി ഡിവൈഡഡ് ബൈ എത്രമാത്രം അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്തു, 2F കൊടുത്തപ്പോൾ 3Fന് 27 ആണ്. അപ്പോൾ 2Fന് എത്ര വരണം, 18 വരണം അല്ലേ. ഒരു Fന് എത്ര വരണം, 9 വരണം. ഒരു F 9 ആണ്, 2F 18 ആണ്, 3F എത്രയാണ്, 27 ആണ്. അപ്പോൾ ഞാൻ 2F അലൂമിനിയത്തിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും, 18 ഗ്രാം ആയിരിക്കും അല്ലേ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, 18 ഗ്രാം അല്ലേ. നമുക്ക് 18 ഗ്രാം നിൽക്കാം. ഓക്കെ, നമ്മൾ ഇതിന്റെ റേഷ്യോ എടുത്ത് നോക്കിയേ, 63.5 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര, പകുതി കട്ട് ചെയ്ത് നോക്കി എത്ര കിട്ടും, 31.75 ഡിവൈഡ് ബൈ 18ന്റെ പകുതി എത്രയാണ്, 9 എന്ന് കിട്ടും. ഈ 31.75 എന്താണ്, ഇതെന്താണ് കോപ്പറിന്റെ ഇക്വലന്റ് മാസ് അല്ലേ, കോപ്പറിന്റെ ഇക്വലന്റ് മാസ് ആണ്. ഈ 9 എന്താണ്, അലൂമിനിയത്തിന്റെ ഇക്വലന്റ് മാസ് അല്ലേ. അതായത് ഇവരെ ഡെപ്പോസിറ്റ് ചെയ്തവരുടെ റേഷ്യോ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് തമ്മിലുള്ള റേഷ്യോ കിട്ടി, അവരുടെ ഇക്വലന്റ് മാസുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി അല്ലേ, അവരുടെ ഇക്വലന്റ് മാസുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി. ഇനി നിങ്ങൾ നോക്കിയാൽ നമ്മൾ വേറെ സെല്ല് കൺസിഡർ ചെയ്യണം, നമ്മൾ ഇത് മാറ്റി. ഓക്കെ, നമ്മൾ ഇത് മാറ്റിയിട്ട് ഇതിന് പകരം എന്ത് ചെയ്തു, ഞാൻ സിൽവർ നൈട്രേറ്റ് എടുത്തു കേട്ടോ. ഇവിടെ സിൽവർ നൈട്രേറ്റ് എടുത്തു, AgNO3 എടുത്തു. അപ്പോൾ ഇത് ഏത് ഇലക്ട്രോണായിട്ട് മാറും, Ag ആയിട്ട് മാറും. ഇനി നോക്കി, ഞാൻ ഇവിടെ 2F കൊടുത്തു, ഇവിടെ 2F കൊടുത്തു, രണ്ടിടത്ത് 2F കൊടുത്തു. അങ്ങനെ കോപ്പറിന്റെ കേസിൽ നോക്കിയേ നമുക്ക് എങ്ങനെ എഴുതാം,
എത്രമാത്രം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ എത്രമാത്രം സിൽവർ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്നത് എത്രമാത്രം ഇക്വലന്റ് മാസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സിൽവർ ആണ് അല്ലേ. നിങ്ങൾ E1 E2 എടുക്കേണ്ട കാര്യമില്ല, കാരണം രണ്ട് മെറ്റലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, W തന്നെ എടുക്കാം. പക്ഷേ താഴെ എന്ത് ചെയ്യുക, കോപ്പർ സിൽവറിന്റെ വെയിറ്റ് ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എടുത്തു ഈക്വൽ ടു എത്രമാത്രം ഇക്വലന്റ് മാസ് രണ്ടിനുണ്ട് അത് ഡിവൈഡ് ചെയ്തു. നോക്കി 2F ഫാരഡേ കൊടുക്കുമ്പോൾ 2F കറണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എത്രമാത്രം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും, 63.5 ഗ്രാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ. ഡിവൈഡ് ബൈ സിൽവർ എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം, ഒരു ഫാരഡേക്ക് 108 ആണ്. പക്ഷെ നമ്മൾ കൊടുത്തത് എത്രയാണ്, 2F ആണ്. അപ്പോൾ 108ന്റെ ഇരട്ടി ഡെപ്പോസിറ്റ് ചെയ്താൽ എത്ര വരും, 216 വരും അല്ലേ. 216 ഗ്രാം എന്ന് വരും. നമുക്കിങ്ങനെ വെട്ടാലോ, ഒന്ന് വെട്ടി നോക്കിയേ. ഇതിന്റെ പകുതി എടുത്ത് എത്ര കിട്ടും, 31.75. ഇതിന്റെ പകുതി എത്ര എടുത്ത് കിട്ടിയത്, 108 ഗ്രാം. അപ്പോൾ നിങ്ങൾ നോക്കി 31.75 എന്താണ്, കോപ്പറിന്റെ ഇക്വലന്റ് മാസാണ്. 108 എന്താണ്, സിൽവറിന്റെ ഇക്വലന്റ് മാസാണ്. അതായത് നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത റേഷ്യോ എടുത്ത് നമുക്ക് എന്ത് കിട്ടി, അവരുടെ ഇക്വലന്റ് മാസുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി. ഇക്വലന്റ് മാസുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി. അപ്പോൾ അതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. എന്താണ്, വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, ഒരേ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്, വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഈസ് പാസ് ത്രൂ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ് അല്ല. ഇവിടെ എന്താണ്, കോപ്പർ സൾഫേറ്റും ഇവിടെ സിൽവർ നൈട്രേറ്റും ആണ്. എന്ത് സംഭവിക്കും, ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അല്ലേ, അവരുടെ റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും, അവരുടെ ഇക്വലന്റ് മാസുകളുടെ റേഷ്യോയ്ക്ക് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഫാരഡേ സെക്കൻഡ് ലോ നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാനായിട്ട് പറ്റും, വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറന്റ് ഈസ് പാസ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്, ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് അല്ലെ, ഇലക്ട്രോഡിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, അവരുടെ ഇക്വലന്റ് മാസ് ആണ്. ഒരു രണ്ട് ഇലക്ട്രോലൈറ്റിക് സെല്ലിലൂടെ നമ്മൾ ഒരേ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് അവരുടെ ഇക്വലന്റ് മാസുകളുടെ റേഷ്യോയ്ക്ക് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്, ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം, നമ്മുടെ ഒരു മെറ്റൽ, രണ്ട് മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമുക്ക് എങ്ങനെ പറയാം, മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കണം, ഇക്വലന്റ് മാസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കണം, ഇക്വലന്റ് മാസ് ഓഫ് സിൽവർ ആയിരിക്കും. അപ്പം വളരെ ഈസിയാണ് ഫാരഡേയുടെ രണ്ട് നിയമങ്ങൾ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാമെങ്കിൽ. ഫാരഡേയുടെ ഒന്നാമത്തെ നിയമം പറയുന്നത് എന്താണ്, ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അതുപോലെ എന്താണ്, ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദി ഇലക്ട്രോഡ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. നമ്മൾ ആ ഒരു ചാർജ് കൂട്ടുന്നതോടും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കൂടുമെന്നാണ് ഒന്നാമത്തെ നിയമം പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ നിയമം പറയുന്നത് എന്താണ്, രണ്ട് ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ എടുക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മൾ ഒരേ കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അവരുടെ ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവരുടെ ഇക്വലന്റ് മാസുകളുടെ റേഷ്യോയ്ക്ക് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഈക്വൽ ആണല്ലേ. മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇക്വലന്റ് മാസ് ഓഫ് കോപ്പർ ഡിവൈഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് സിൽവർ ആണ്. ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ പറ്റിയുള്ള ആ ഒരു പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ രണ്ട് ലോസും വളരെ ഈസി ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.